ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ നെയ്സ്ലിപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണല്ലോ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ടൈപ്പ് അതുപോലെ സ്റ്റിക്കേഴ്സ് ഒക്കെ തന്നെ ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെയും നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം നോക്കാം. ഒരു A3 ഷീറ്റിൽ എത്ര നെയ്സ്ലിപ്പ് വരെ നമുക്ക് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം എന്നുള്ളതെല്ലാം നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ പിക്സാർട്ട് ആണ്. അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. എന്നതിന് ശേഷം താഴെ കാണുന്ന സ്റ്റിക്കറിൽ പോയിട്ട് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ സ്ക്വയറിൻ്റെ ഇത് കാണും. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അതൊരു നെയ്സ്ലിപ്പിൻ്റെ ആകൃതിയിൽ അങ്ങോട്ടും താഴേക്കും ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നെയ്സ്ലിപ്പിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് നമുക്കത് കാണാൻ പറ്റും. അതിന് ശേഷം താഴെ ഗാലറി എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോ ആണോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ സെലക്ട് ആക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതാണ് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലുള്ള ഒരു ആരോ മാർക്ക് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് അതിൽ സെറ്റായിട്ട് കിട്ടും. ഇനി താഴെ സ്റ്റിക്കറിൽ പോയിട്ട് ഏത് കാർട്ടൂൺ ടൈപ്പാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് വെച്ച് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പ്രിൻസസ് എന്നാണ് സെർച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അവരുടെ ഫേവറേറ്റ് എന്നുള്ളത് അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ സ്റ്റിക്കറായിട്ട് അവിടെ കിട്ടും. സ്റ്റിക്കർ നമ്മളൊരു സൈഡിലായിട്ട് കുറച്ച് സൈസ് കുറച്ചിട്ട് വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കാണാതായി പോവും. താഴെ ഫസ്റ്റുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് ബ്ലറായിട്ട് കാണും. എന്നാലേ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കാണുള്ളൂ. അപ്പോൾ പിക്സാർട്ടിൽ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അത് സേവ് ചെയ്താൽ നമ്മൾ നേരെ ഗാലറിക്ക് വരും. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവയിലാണ്. ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം A4 ഡോക്യുമെൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പിക്സാർട്ടിൽ ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് ഗാലറിയിൽ പോയിട്ട് സെലക്ട് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജൊക്കെ അത് ആഡ് ആയിട്ട് വരും. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്രോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം താഴെ ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നെയിം, ക്ലാസ്, ഡിവിഷന്, നെയ്സ്ലിപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ അധികം എല്ലാവരും നെയിമിന് പകരം അവർ നെയിം തന്നെയാണ് തരാറ്. അപ്പോൾ നമ്മൾ നെയിം എന്ന് കൊടുത്തിട്ട് അത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നെയിം അവർ തരികയാണെന്നുണ്ടെങ്കിൽ നെയിം നമ്മൾ സെപ്പറേറ്റ് ടൈപ്പ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് ഫോണ്ടിൽ അത് സെറ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഉള്ളത് ടെസ്റ്റ് ആക്കുമ്പോൾ സബ്ജക്റ്റ്, റോൾ നമ്പർ ഇതെല്ലാം ടെസ്റ്റ് ആക്കുമ്പോൾ അതിന് ഡോട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റിൽ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ സ്കൂളിൻ്റെ നെയിമും നമുക്ക് അവർ തന്നിരുന്നു. അപ്പോൾ അതും നമ്മൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ നെയ്സ്ലിപ്പിൻ്റെ എഡിറ്റിംഗ് വീഡിയോ. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് മതി നമുക്ക് എല്ലാ നെയ്സ്ലിപ്പും ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോട്ടോസ് ഇങ്ങനെ ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ താഴെ സേവ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ട് അത് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗാലറിക്ക് വരും. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്യാൻവ ആപ്പിൽ ഞാൻ കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം A4 ഡോക്യുമെൻറ്റിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ A3 സെറ്റ് ചെയ്യുക. നമ്മൾ A3ലാണ് കേട്ടോ പ്രിൻ്റ് എടുക്കുന്നത്. A4 നമുക്ക് പ്രിൻ്റ് എടുത്താൽ അത് നഷ്ടമാവും. അപ്പോൾ നമുക്ക് A3 സെറ്റ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുക്കാവും നല്ലത്. അപ്പോൾ നമ്മൾ ക്യാൻവ ആപ്പിൽ തന്നെ A4 ഡോക്യുമെൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് പേജാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് പേജ് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനുള്ളൊരു പേജാണ് കിട്ടിയത്. ഡിസൈനുള്ള പേജ് കിട്ടുകയാണെങ്കിലും സീനൊന്നുമില്ല, നമുക്കത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് പേജ് ആക്കാനായിട്ട് പറ്റും. ഞാനത് ചെയ്യാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം താഴെ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച നെയ്സ്ലിപ്പ് ഉണ്ടല്ലോ, അത് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നെയ്സ്ലിപ്പ് മാത്രമായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ആ ഒരു ഫോട്ടോമ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കത് കോപ്പി ആയിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു A4 ഡോക്യുമെൻറ്റിൽ 12 വീതമാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമ്മൾ A3 അത് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിങ്ങനെ ഒരു ഫോട്ടോമ കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ആക്കി കൊടുത്താൽ മതി.
നമ്മൾ A4 സൈസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം മേലെ സേവ് എന്നുള്ളൊരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് സേവ് ആയിട്ട് കിട്ടും. ഇനി ഇത് നേരെ നമ്മളെ ഗാലറിയിൽ പോകും. അപ്പോൾ ഇനി നമുക്കിത് A3 ഇട്ടിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യണം. നമ്മൾ A3 പ്രിൻ്റ് എടുക്കുന്നത്. അതിന് വീണ്ടും നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് A3 ഡോക്യുമെൻറ്റ്സ് ബ്ലാങ്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് പേജ് ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ നേരത്തെ A4 ഡോക്യുമെൻറ്റിൽ സെലക്ട് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ, അത് താഴെ ഗാലറിയിൽ പോയാൽ നമുക്കത് വീണ്ടും സെലക്ട് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് കിട്ടും. ഫസ്റ്റ് ഒന്ന് അത് ക്രോപ്പ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് ചെരിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. കാരണം നമ്മൾ A3 പ്രിൻ്റ് എടുക്കുന്നത്. ഇത് തന്നെ പ്രിൻ്റ് എടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി എടുത്തിട്ട് വീണ്ടും അത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രിൻ്റ് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്ത് വെച്ച് 2 A4 സൈസിൻ്റെത് നമ്മൾ A3 മാറ്റിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും അതിലൊരു 6 കൂടെ പോകും. അതിന് നമ്മൾ ജസ്റ്റ് ഒന്നിൻ്റെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡത്തത് എടുക്കുക, അല്ലെങ്കിൽ ഒറ്റ ഒന്ന് എടുത്തിട്ട് അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ ആയിട്ട് കിട്ടും, മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ A3 ഷീറ്റിലാണ് എടുക്കുന്നത്. നമ്മൾ A3 ഷീറ്റിൽ 30 നെയിം സ്ലിപ്പ് ആയിട്ടാണ് പോവുക. നമുക്ക് വേറെ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ എടുക്കാൻ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 20 ഫോട്ടോസൊക്കെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഓവർ സൈസ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ A3 30 എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാണ്. അത് നമുക്കൊരു മീഡിയം സൈസ് ആയിട്ടാണ് കിട്ടുക കേട്ടോ. അതിന് ശേഷം നമ്മളത് സേവ് ചെയ്യാണ്. ഇനി നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് സ്റ്റിക്കർ പ്രിൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പറയുക. പിന്നെ ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ആണ്. അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടെല്ലാം പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടാണ് ഞാൻ കസ്റ്റമറിന് കൊടുക്കാറുള്ളത്. ചിലവർ അങ്ങനെ പറയും, ചിലവർ കട്ട് ചെയ്യേണ്ടെന്നും പറയും. കട്ട് ചെയ്യാതെ പറഞ്ഞാൽ നമുക്ക് അത്രയും സുഖമാണ്. കട്ട് ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.